അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ശ്രീധരൻ മുന്നോട്ട് പോകും. മലപ്പുറം പൊന്നാനിയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. DPRന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനൊപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ യോഗങ്ങളും നടത്തുമെന്ന് പൊന്നാനിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. പൊന്നാനിയിലെ DMRCയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീധരന്റെ ഭാര്യ രാധാ ശ്രീധരനാണ് ആദ്യം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ശ്രീധരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അടുത്ത കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ റെയിൽവേയിലെ വിരമിച്ച ചില ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ വീടിനോട് ചേർന്നിട്ട്, പൊന്നാനിയിലാണ് ഈ ശ്രീധരന്റെ വീട്, അതിനോട് തന്നെ ചേർന്നിട്ടുള്ള മറ്റൊരു വീട്ടിലാണ്, വീടിന്റെ 2ാം നിലയാണ് ഓഫീസായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇന്നലെ തന്നെ ചില റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരൊക്കെ ഇവിടെ എത്തിയിരുന്നു. അവർ ഇന്നലെ തന്നെ ഇവിടെ സജീവമാണ്. ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം മെട്രോമാൻ ഈ ശ്രീധരനുമായി അവർ ഒരു കൂടിയാലോചനാ യോഗം നടത്തും. അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പ്രാർത്ഥനയോടെയൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഒക്കെ ഫോട്ടോയൊക്കെ സ്ഥാപിച്ച ഒരു ഓഫീസ് മുറിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഓഫീസിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടുത്തു തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി വിദേശത്തായതിനാലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റെയിൽവേ മന്ത്രി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി DPR തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തുടങ്ങാൻ DMRCയെ അറിയിക്കുമെന്ന്, അതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം DMRC തനിക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകും. തുടർന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തനിക്ക് ബോധ്യമുള്ളതാണ്. അതിനാലാണ് കഴിഞ്ഞ ജനുവരി 16-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കുകയും വളരെ വേഗം തന്നെ ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.